Kangaroo Mother Care എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് Kangaroo Mother Care, ഘടകങ്ങൾ, പ്രാധാന്യം, കൂടാതെ Kangaroo Mother Careന്റെ രീതികൾ. നമുക്ക് ആദ്യം ആരംഭിക്കാം. Kangaroo Mother Care എന്താണ്? പേര് സൂചിപ്പിക്കുന്നതുപോലെ കുഞ്ഞിന് അമ്മയുമായി സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഇത് KMC എന്ന് അറിയപ്പെടുന്നു. ഓർക്കുക, കുഞ്ഞ് ജനിച്ചയുടനെ KMC നൽകണം. പ്രത്യേകിച്ച് ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഇത് ശുപാർശ ചെയ്യുന്നു. അതായത് ജനിക്കുമ്പോൾ ഭാരം 2.5 കിലോഗ്രാമിൽ കുറവാണെങ്കിൽ, തുടർച്ചയായി നിരീക്ഷണം ആവശ്യമില്ലാത്തവർ. എന്നിരുന്നാലും ഇത് സാധാരണ ആരോഗ്യമുള്ള മുഴുവൻ പൂർണ്ണ വളർച്ചയിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്കും ഉപയോഗിക്കാം. KMC രണ്ട് പ്രധാന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു: അമ്മയും കുഞ്ഞും തമ്മിലുള്ള തുടർച്ചയായ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ്. ഈ ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ആദ്യത്തെ ഘടകം സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ആണ്. ഇത് ലെറ്റ് ഡൗൺ റിഫ്ലക്സ് മെച്ചപ്പെടുത്തുന്നു. ആത്യന്തികമായി മുലപ്പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. ലെറ്റ് ഡൗൺ റിഫ്ലക്സ് ഇതേ സീരീസിന്റെ മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചു. രണ്ടാമത്തെ ഘടകം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. അത് ശ്രദ്ധിക്കുക. ആദ്യത്തെ 6 മാസത്തേക്ക് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ശുപാർശ ചെയ്യുന്നു. അടുത്തതായി Kangaroo കെയറിന്റെ പ്രാധാന്യം നമുക്ക് ചർച്ച ചെയ്യാം. KMC സമയത്ത് നിരന്തരമായി സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് കുഞ്ഞിന്റെ ശരീരത്തിന്റെ താപനില നിലനിർത്തുവാൻ സഹായിക്കുന്നു. കൂടാതെ കുഞ്ഞിന് കൂടുതൽ സുരക്ഷിതത്വം തോന്നിക്കും. KMC താഴെ പറയുന്ന കാര്യങ്ങൾ കുറയ്ക്കുന്നു: അണുബാധയുടെ ആവൃത്തി, കുഞ്ഞുങ്ങളിൽ ആപ്നിയ, ശ്വാസോച്ഛ്വാസത്തിന്റെ നിരക്ക്, ശ്വാസോച്ഛ്വാസം ഇടയ്ക്ക് തടസ്സപ്പെടുന്നത്. ഇവ കൂടാതെ KMC മുലയൂട്ടലിന്റെ ആവൃത്തിയും കാലയളവും മെച്ചപ്പെടുത്തുന്നു. കൂടാതെ ഇത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു. KMC മറ്റ് പരമ്പരാഗത രീതികളേക്കാൾ ഭാരം വർദ്ധിപ്പിക്കുവാൻ കുഞ്ഞിനെ സഹായിക്കുന്നു. കുഞ്ഞിനെ മിതമായ ചൂടുവെള്ളത്തിൽ നിലനിർത്തുന്നത്. ഇത് കുഞ്ഞിന് അമ്മയ്ക്കും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നു. ഇത് അമ്മയുടെ സംതൃപ്തിയും ആത്മവിശ്വാസവും മെച്ചപ്പെടുത്തുന്നു. അവൾ തന്റെ കുഞ്ഞിനായി കൂടുതൽ പരിശ്രമിക്കുന്നു. രസകരമെന്ന് പറയട്ടെ, അമ്മമാരെ കൂടാതെ KMC അച്ഛൻ അല്ലെങ്കിൽ ഏതെങ്കിലും മുതിർന്ന കുടുംബാംഗത്തിനും കൊടുക്കാം. KMC കൊടുക്കുന്ന ആൾ പിന്തുടരേണ്ട പോയിന്റുകൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യും. KMC കൊടുക്കുന്ന ആൾ ആരോഗ്യവാനും രോഗത്തിൽ നിന്ന് മുക്തനും ആയിരിക്കണം. അവൻ അല്ലെങ്കിൽ അവൾ അടിസ്ഥാനപരമായി ശുചിത്വ രീതികൾ പിന്തുടരണം. കൈ കഴുകൽ, ദിവസവും കുളി, നഖങ്ങൾ വെട്ടിയിരിക്കണം, കെട്ടിയിട്ട തലമുടി, വൃത്തിയായ വസ്ത്രങ്ങൾ. അവൻ അല്ലെങ്കിൽ അവൾ ആഭരണങ്ങളും വാച്ച്, നൂലുകൾ എന്നിവ ധരിക്കരുത്. ഇവ ശുചിത്വം പാലിക്കുന്നതിനുള്ള തടസ്സങ്ങളായി മാറിയേക്കാം. ഇത് കുഞ്ഞിനെ മുറിവേൽപ്പിക്കും. ഇപ്പോൾ KMC സമയത്ത് കൊടുക്കുന്ന ആൾ ധരിക്കേണ്ട വസ്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. വസ്ത്രങ്ങൾ മുൻവശം തുറക്കുന്നതും ഭാരം കുറഞ്ഞതുമായിരിക്കണം. ഉദാഹരണത്തിന് സാരി, ബ്ലൗസ് അല്ലെങ്കിൽ മുൻവശത്തേക്ക് തുറന്ന ഗൗൺ. KMC കൊടുക്കുന്ന ആൾ സാരി, ബ്ലൗസ് അല്ലെങ്കിൽ മുൻവശത്തേക്ക് തുറന്ന ഗൗൺ, Kangaroo ബാഗുകളോ ബൈൻഡറുകളോ വിപണിയിൽ നിന്നും വാങ്ങാം. KMC ഒരു ദീർഘകാലത്തേക്ക് ചെയ്യേണ്ടതാണെങ്കിൽ ഇവ ഉപയോഗപ്രദമാണ്. പകരമായി KMC കൊടുക്കുന്ന ആൾക്ക് സോഫ്റ്റ് ക്ലീൻ കോട്ടൺ ഫാബ്രിക് ഉപയോഗിക്കാം. അതേസമയം KMCയുടെ സമയത്ത് കുഞ്ഞിന് വേണ്ടത് തൊപ്പിയും ധരിക്കുക. KMC സമയത്ത് കുഞ്ഞിന് മലം അല്ലെങ്കിൽ മൂത്രം കടന്നുപോകുകയാണെങ്കിൽ അത് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കണം. അടുത്തതായി Kangaroo കെയറിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, അമ്മ ശരിയായ സ്ഥാനത്ത് നിൽക്കണം. പിന്നെ ഒരു ആരോഗ്യ പ്രവർത്തകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബാംഗമോ താഴെ പറയുന്ന കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി ചെയ്യണം. കുഞ്ഞിന്റെ താഴെയും തലയിലും പിന്തുണ കൊടുക്കണം. കുഞ്ഞിന് അമ്മയുടെ നഗ്നമായ സ്തനങ്ങൾക്കിടയിൽ ശരിയായി വയ്ക്കുക. പിന്നെ കുഞ്ഞിന്റെ തല ഒരു വശത്തേക്ക് തിരിക്കുക.
കുഞ്ഞിന്റെ തല അല്പം പിന്നിലേക്ക് വളയുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഈ സ്ഥാനം കുഞ്ഞിന്റെ മൂക്കിലെ ദ്വാരങ്ങൾ തുറക്കും. കൂടാതെ അമ്മയ്ക്കും കുഞ്ഞിനും കണ്ണുകൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാകുവാൻ അനുവദിക്കുന്നു. എന്നിട്ട് കുഞ്ഞിന്റെ ഇടുപ്പ് ചെറുതായി പുറത്തേക്ക് വളയ്ക്കുക. കുഞ്ഞിന്റെ കൈകൾ അമ്മയുടെ മുലയ്ക്ക് മുകളിൽ വയ്ക്കുവാൻ ഓർക്കുക. കാലുകൾ അമ്മയുടെ മുലയുടെ താഴെയും. അമ്മയുടെ നെഞ്ചിൽ കുഞ്ഞിന്റെ അടിവയർ. തുണി ഉപയോഗിച്ച് പൊതിയുന്നതിനു മുൻപ് തണുത്ത കാലാവസ്ഥയാണെങ്കിൽ കുഞ്ഞിനെ പുതപ്പുകൊണ്ട് പുതപ്പിക്കുക. ഇത് കുഞ്ഞിനും അമ്മയ്ക്കും ചൂട് നൽകും. എന്നിട്ട് കുഞ്ഞിന്റെയും അമ്മയുടെയും നെഞ്ചിലും അടിവയറ്റിലും ഒരു തുണി കൊണ്ട് പുതയ്ക്കുക. പൊതിയുമ്പോൾ തുണിയുടെ മധ്യഭാഗം കുഞ്ഞിന്റെ മുകളിലാണെന്ന് ഉറപ്പാക്കുക. തുണിയുടെ രണ്ടറ്റവും അമ്മയുടെ കൈകളിലൂടെ കടന്നുപോകണം. കൂടാതെ പിന്നിലേക്കും കടക്കണം. അതിനുശേഷം തുണിയുടെ അറ്റങ്ങൾ മുന്നിൽ കൊണ്ടുവരിക. തുണിയുടെ ഈ അറ്റങ്ങൾ കെട്ടി കുഞ്ഞിന്റെ താഴെ സുരക്ഷിതമായി വയ്ക്കുക. ഇത് സുഖകരമായിരിക്കും. ഇത് കുഞ്ഞിനെ പിന്തുണയ്ക്കുവാൻ സഹായിക്കുന്നു. കൂടാതെ ഇത് കുഞ്ഞ് തെറിച്ചു പോകുന്നത് ഒഴിവാക്കുന്നു. ഓർമ്മിക്കുക, അമ്മ സുഖകരമാകുമ്പോൾ അവൾ സ്വയം തുണി പൊതിയുവാൻ പഠിക്കണം. KMC സമയത്ത് സ്വയം പൊതിയുന്ന രീതി ഇതേ സീരീസിന്റെ മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദീകരിക്കും. ഇത് അമ്മയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അവളെ സ്വതന്ത്രയാക്കുകയും ചെയ്യുന്നു. ഒരു തുണി ഉപയോഗിക്കുവാൻ അമ്മയ്ക്ക് അസ്വസ്ഥത ഉണ്ടെങ്കിൽ അവൾക്ക് ഒരു സ്ട്രെച്ചി ബാൻഡ് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുവാൻ എളുപ്പവും സുഖകരവും ആണ്. വലിച്ചു നീട്ടുന്ന ബാൻഡ് ഉപയോഗിക്കുമ്പോൾ കുട്ടിയുടെ ചെവിക്ക് മുകളിൽ ഉള്ള ബാൻഡിന്റെ അറ്റം ക്രമീകരിക്കുക. തുടർന്ന് കുഞ്ഞിന്റെ തല ചെറുതായി ചരിക്കുക. സ്വതന്ത്രമായി ശ്വസിക്കുവാനും ഒപ്പം നേരത്തെ വിശദീകരിച്ചതുപോലെ അമ്മയ്ക്കും കുഞ്ഞിനും കണ്ണുകൾ തമ്മിൽ നോട്ടം കിട്ടുവാനും. പൊതിഞ്ഞ തുണി അല്ലെങ്കിൽ സ്ട്രെച്ച് ബാൻഡ് വളരെ ഇറുകിയതോ വളരെ അയഞ്ഞതോ ആയിരിക്കരുത്. കുഞ്ഞിന് സ്വതന്ത്രമായി ഇരിക്കുവാനും ശ്വസിക്കുവാനും കഴിയണം. ഓർക്കുക, ഒരു കുഞ്ഞിനെ KMC സ്ഥാനത്ത് വയ്ക്കുമ്പോൾ നടക്കുക, നിൽക്കുക, ഇരിക്കുക അല്ലെങ്കിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും അമ്മയ്ക്ക് കഴിയണം. ഒരു അമ്മ വളരെ സുഖകരമായി ഇരിക്കുന്നുവെങ്കിൽ കങ്കാരു കെയർ സമയത്ത് അവൾക്ക് ഒരു ചാരിയിരിക്കുന്ന അല്ലെങ്കിൽ അർദ്ധചായ്വുള്ള സ്ഥാനത്ത് ഉറങ്ങുവാൻ കഴിയും. KMC സമയത്ത് കുഞ്ഞിന് എങ്ങനെ ഭക്ഷണം നൽകണമെന്ന് ഇപ്പോൾ ചർച്ച ചെയ്യാം. കുഞ്ഞിന് പാൽ കൊടുക്കുവാൻ കഴിയും. പൊതിഞ്ഞ തുണി ലൂസ് ആക്കുക. കുഞ്ഞിനെ മുലയൂട്ടുന്നതിനായി വയ്ക്കുന്നു. അല്ലെങ്കിൽ അവൾക്ക് സ്വമേധയാ മുലപ്പാൽ എക്സ്പ്രസ് ചെയ്യുവാൻ കഴിയും. ഒരു കപ്പ് അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കുഞ്ഞിന് പാൽ കൊടുക്കുക. ഓർമ്മിക്കുക, ഓരോ ദിവസവും കുഞ്ഞിന് 25 മുതൽ 30 ഗ്രാം വരെ ഭാരം കൂടണം. ഒരു മാസത്തിൽ പ്രതീക്ഷിക്കുന്ന ശരീരഭാരം 900 മുതൽ 1000 ഗ്രാം വരെയാണ്. അതിനാൽ അമ്മയോ ആരോഗ്യ പ്രവർത്തകയോ പതിവായി കുഞ്ഞിന്റെ ഭാരം നോക്കണം. മതിയായ ഭാരം നേടുന്നതിൽ കുഞ്ഞ് പരാജയപ്പെട്ടാൽ ആരോഗ്യ പ്രവർത്തക അമ്മയുടെ മുലയൂട്ടൽ രീതി നോക്കണം. അല്ലെങ്കിൽ കുഞ്ഞ് എത്ര തവണ മൂത്രമൊഴിക്കുന്നുവെന്ന് പരിശോധിക്കുക. കൂടാതെ ശരിയായ വായ് പിടിക്കുന്നതിനെപ്പറ്റി അമ്മയെ മനസ്സിലാക്കണം. അത് ഇതേ സീരീസിലെ മറ്റൊരു ട്യൂട്ടോറിയലിൽ ശരിയായ ലാച്ചിങ് വായ് പിടിക്കുന്നതിനെപ്പറ്റി വിശദീകരിച്ചു. അടുത്തതായി പൊതിഞ്ഞ തുണിയിൽ നിന്നും കുഞ്ഞിനെ എങ്ങനെ നീക്കം ചെയ്യാമെന്ന് പഠിക്കാം. ഒന്നാമതായി അമ്മ നിവർന്നു നിൽക്കണം. എന്നിട്ട് ഒരു കൈ കൊണ്ട് അഴിക്കുവാൻ തുടങ്ങുക. പൊതിഞ്ഞ തുണിയുടെ പുറത്ത് മറ്റൊരു കൈകൊണ്ട് കുഞ്ഞിന്റെ അടിഭാഗത്ത് സപ്പോർട്ട് കൊടുക്കുക. അതിനുശേഷം പൊതിഞ്ഞ തുണി അഴിക്കുന്നതിനു മുൻപ് ഉപയോഗിച്ച് അതേ കൈകൊണ്ട് അഴിക്കുക. എന്നിട്ട് കുഞ്ഞിന്റെ അടിഭാഗത്തെ സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന തുണി അഴിക്കുക. കുഞ്ഞിന്റെ അടിഭാഗത്തെ തുണിക്ക് പുറത്തുനിന്ന് പിന്തുണയ്ക്കുവാൻ മറുവശത്ത് ഉപയോഗിക്കുക. എന്നിട്ട് കുഞ്ഞിനെ മുകളിലേക്ക് ഉയർത്തി പൊതിഞ്ഞ തുണിയിൽ നിന്നും കുട്ടിയെ മോചിപ്പിക്കുക. അതിനുശേഷം കുഞ്ഞിന്റെ തല താഴെ പറയുന്ന വിധത്തിൽ പിടിക്കുവാൻ ഓർമ്മിക്കുക. ഒരു ചെവിക്ക് പിന്നിൽ തള്ളവിരൽ, മറ്റു വിരലുകൾ മറ്റൊരു ചെവിക്ക് ചുറ്റുമാണ്. KMCയുടെ സമയത്ത് അമ്മ ഡോക്ടറെയും ആരോഗ്യ പ്രവർത്തകയെയും സമീപിക്കണം. കുഞ്ഞ് ജാഗരൂകനും സജീവവും അല്ലെങ്കിൽ കുഞ്ഞ് വളരെ വേഗത്തിൽ ശ്വസിക്കുകയോ അല്ലെങ്കിൽ നിർത്തി കൂടുതൽ സമയം എടുത്ത് ശ്വസിക്കുകയാണെങ്കിൽ, കുഞ്ഞിന്റെ ചുണ്ടുകളോ നാവോ നീലനിറം ആയിട്ടുണ്ടെങ്കിൽ, കൂടാതെ കുഞ്ഞിന്റെ കാൽ തണുത്തതാണെങ്കിൽ. ഇത് കങ്കാരു മദർ കെയർ എന്ന ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു.
പങ്കുചേർന്നതിന് നന്ദി.